Good morning, sir. Jaymal, good morning. Good morning, sir. Good morning, sir. Sabida, good morning. Good morning. Yes. നമ്മുടെ ജവാന്മാരെയും കാണാനില്ലല്ലോ ജിൻസി. എല്ലാരും എത്തുന്നതേ ഉള്ളൂ സാർ. തിരക്കാന്ന് തോന്നുന്നു. തിരക്കായിരിക്കും അല്ലേ? അതെ തോന്നുന്നു. ബിസി പേഴ്സൺ. നമുക്ക് ബിസി ഇല്ലാന്ന് വെച്ചാൽ നമുക്ക് വേഗം അല്ലേ? ഓക്കെ ഓക്കെ. ഒരു ലേറ്റ് ആയാലും ലേറ്റസ്റ്റ് ആയിട്ട് വരുവേ അല്ലേ? നമുക്ക് കാത്തിരിക്കാം കുറച്ചു നേരം. Yes, let us be optimistic. ശുഭാപ്തി വിശ്വാസത്തോടെ നമുക്ക് കാത്തിരിക്കാം. ഒരു പഴഞ്ചൊല്ലാണ് ജിൻസിനോട് തന്നെയാണ്. സക്സസ് ഹാപ്പൻസ് ടു ദോസ് ഹു ഡാഷ്. അവിടെ പൂരിപ്പിക്കാൻ പോകും. സക്സസ് ഹാപ്പൻസ് happens to those THOEC who dash. വിജയത്തിലേക്ക് എത്തിക്കും. സക്സസ് അതൊക്കെ പറയാം, അതൊക്കെ പിന്നീട്. ഇപ്പൊ സെന്റൻസ് ഇംഗ്ലീഷിൽ പറയാം. സക്സസ് ഓക്കെ. സക്സസ് happens to those who dash. Success happens to those who dash. Yes. സാർ പറഞ്ഞു തന്നാ മതി. ഹാർഡ് വർക്ക് ആണോ? അല്ല, ഹാർഡ് വർക്ക്. ദോസ് ഹു ഹാർഡ് വർക്ക്. പക്ഷെ അത് കറക്റ്റ് വേർഡ്, ആ പഴഞ്ചൊല്ലി വേർഡ് വെയിറ്റ് ആണ്. WAIT, വെയിറ്റ്. ക്ഷമയോടുകൂടി കാത്തിരിക്കുന്നവനാണ് വിജയമുക്തൂടുന്ന. സക്സസ് ഹാപ്പൺ, വിജയം സംഭവിക്കുന്നത്. ടു ദോസ്, അവർക്കാണ്. ഹു പേഷ്യൻസ്ലി വെയിറ്റ്. ഓക്കെ സാർ, താങ്ക് യു. അപ്പൊ ഇവിടെ ജിൻസി ക്ഷമയോടുകൂടി നമുക്ക് കാത്തിരിക്കാമെന്ന് പറഞ്ഞില്ലേ? ഓക്കെ സാർ. ഓക്കെ. യെസ്, ഇന്നാണ് പ്രയർ. ഇല്ല. തോട്ട് ഓഫ് ദ ഡേ. Thought of the day. If you can change your mind, you can change your life. William James. If you can change your mind, you can change your life. Yes. Very good, very good, very good. ലോകം മുഴുവൻ മാറാൻ വേണ്ടി നമുക്ക് കാത്തു നിൽക്കണ്ട, നമ്മൾ ആദ്യം മാറുക അല്ലേ? Yes. Okay, okay, very good, very good. Yes. Then signing on. ഒരു സോങ് ആണ്. Yes. അങ്ങനെ പറയട്ടെ. Very good. Little song. Mary had a little lamb. Mary had a little lamb, little lamb, little lamb. Its fleece was white as snow, and everywhere that Mary went, the lamb was sure to go. It followed her to school one day, which was against the rule. It made the children laugh and play to see a lamb at school. Yes, Sabida. പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോ അന്നൊരു മലയാളത്തിലൊരു കവിത ഉണ്ടായിരുന്നു. പോയ ആ കവിതയുടെ പേരും ഇത് തന്നെയാണ്. മേരിക്കുണ്ടൊരു കുഞ്ഞാട്. മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്നൊക്കെ പറഞ്ഞൊരു കവിത. യെസ്, അത് പഠിച്ചു നോക്കുന്നു. പിന്നെ ആ പേരിൽ ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ദിലീപ് നായർ എഴുതിയ മേരിക്കുണ്ടൊരു കുഞ്ഞാട് എന്ന് പറയുന്ന ദിലീപിന്റെ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് വിഷയത്തിലേക്ക് വരാം. യെസ്, ഈ വരുന്നവരൊക്കെ നമുക്ക് ഇടക്ക് വെച്ച് നമുക്ക് സ്വീകരിക്കാം. അപ്പോ ഐഷ, ജല്ലിയ, പ്രവീണ, ഗുഡ് മോർണിംഗ്. യെസ്, അപ്പൊ എല്ലാവർക്കും ആയിട്ട്. യെസ്, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ നമ്മൾ എടുത്ത് നിർത്തിയത് അഡ്ജക്റ്റീവിനെ കുറിച്ചാണ്. അപ്പൊ അഡ്ജക്റ്റീവ് എന്താണെന്നത് നമ്മൾ പറഞ്ഞു. അഡ്ജക്റ്റീവ് ഫ്രേസ് നമ്മൾ പറഞ്ഞു.
ഈ അടുത്ത ഒരു യൂണിറ്റിലേക്ക് നമ്മൾ പോകുന്നത് യൂണിറ്റ് നമ്പർ 8 ആഡ്വർബ്. ആഡ്വർബ് എന്ന് പറയുന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ അതിനകത്തേക്ക് പോകുന്നതിന് മുമ്പ് ഇതിന്റെ കാര്യങ്ങൾ കൂടി എന്റെ ആമുഖമായിട്ട് പറയുന്നത്. നമ്മൾ അഡ്ജക്റ്റീവിനെ കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു അഡ്ജക്റ്റീവ് ഇസ് ദ വേർഡ് വിച്ച് ക്വാളിഫൈസ് എ നൗൺ. ഒരു നൗണിനെ വിശേഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളെയാണ് നമ്മൾ അഡ്ജക്റ്റീവ് എന്ന് പറയാം. ഇനി ഇവിടെ നമ്മൾ പഠിക്കാൻ പോകുന്ന ആഡ്വർബാണ്. ആഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അഡ്ജക്റ്റീവിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കില്ല, വെർബിനെ വിശേഷിപ്പിക്കുന്നതായിരിക്കും. വെർബിനെ വിശേഷിപ്പിക്കുന്ന വേർഡിനെയാണ് നമ്മൾ എന്ത് പറയാ ആഡ്വർബ്. വ്യക്തിയെ പേരിനെയോ അല്ല ചെയ്ത ഒരു പ്രവൃത്തിയായിരിക്കും അത് വിശേഷിപ്പിക്കുക. അതുകൊണ്ടാണ് അതിനെ ആഡ്വർബ്. വെർബ് എന്ന് പറഞ്ഞാൽ ആക്ഷൻ അല്ലേ, ആ വെർബിനെ വിശേഷിപ്പിക്കുകയാണ് ആഡ്വർബ്. യെസ്, അതൊന്ന് മനസ്സിലാക്കി വെക്കാം. ഓരോ വാക്ക് തന്നെ ചെറിയ ഒരു സ്ലൈറ്റ് ചേഞ്ചിലൂടെ വെർബായിട്ടും അതിനോടൊപ്പം ആഡ്വർബായിട്ടും അഡ്ജക്റ്റീവായിട്ടും വരും. ഫോർ എക്സാമ്പിൾ പറയാം. ഞാനിവിടെ പറയുകയാണ് പ്രവീണ ഈസ് എ സിൻസിയർ ലേഡി. പ്രവീണ ഈസ് എ സിൻസിയർ ലേഡി. പ്രവീണ സത്യസന്ധയായ ഒരു ലേഡിയാവും. അപ്പൊ ആ ലേഡിനെ വിശേഷിപ്പിക്കുന്നത് എന്ത്? സിൻസിയർ, ആത്മാർത്ഥതയുള്ള. യെസ്. ഇനി ഞാൻ പ്രവീണ ഒരു ജോലി ഏൽപ്പിച്ചു. പ്രവീണ ആ ജോലി വളരെ ആത്മാർത്ഥമായിട്ട് ചെയ്തു. അപ്പൊ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ പറയണം പ്രവീണ വർക്ക്ഡ് സിൻസിയർലി. ആത്മാർത്ഥതയോട്. അപ്പൊ സിൻസിയർ എന്നുള്ളത് സിൻസിയർലി എന്നായി കഴിഞ്ഞപ്പോ എന്തായി? ഓക്കെ. ആ സിൻസിയർലി എന്ന് പറയുന്ന വേർഡ് ഉദ്ദേശിക്കുന്നത് എന്താണ്? കൃത്യതയോടെ. എന്ത്? അത് പ്രവീണനെ വിശേഷിപ്പിക്കുന്നത്. പ്രവീണ ചെയ്ത ജോലിയെ വിശേഷിപ്പിക്കുന്നത്. എങ്ങനെ ചെയ്ത ജോലി? സിൻസിയർലി ആയിട്ട് ചെയ്തു. യെസ്. അത് നമുക്ക് വേണമെങ്കിൽ വേറെ പറയാം. ജിൻസി ഡ്രൂ എ ബ്യൂട്ടിഫുൾ പിക്ചർ. ജിൻസി എന്ത് ചെയ്തു? ഒരു ബ്യൂട്ടിഫുൾ, മനോഹരമായ പിക്ചർ വരച്ചു. അപ്പൊ ആ പിക്ചർ എന്നുള്ള വേർഡിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ്. ഓക്കെ ജിഷ, പിക്ചർ എന്നുള്ള വേർഡിനെ വിശേഷിപ്പിക്കുന്ന വാക്കാണ് എന്ത്? ബ്യൂട്ടിഫുൾ. അപ്പൊ ബ്യൂട്ടിഫുൾ പിക്ചർ ഉണ്ട്. എങ്ങനെയുള്ള ചിത്രമാണ് വരച്ചു? മനോഹരമായ ചിത്രം. അത് നമുക്ക് വേറെ രീതിയിൽ ചെറിയൊരു വ്യത്യാസപ്പെടുത്തിയിട്ട് ഈ ബ്യൂട്ടിഫുൾ നമുക്ക് ആഡ്വർബ് ആക്കാം. എങ്ങനെ പറയാം? ജിൻസി ഡ്രൂ ദ പിക്ചർ ബ്യൂട്ടിഫുൾ. എന്നാ? ജിൻസി മനോഹരമായ ചിത്രം വരച്ചു. മനോഹരമായി ചിത്രം വരച്ചു. അപ്പൊ അവിടെ ബ്യൂട്ടിഫുള്ളി എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ചിത്രത്തെ അല്ല വിശേഷിപ്പിച്ചത്, ആ ചിത്രം വരച്ച രീതിയാണ് വിശേഷിപ്പിക്കുന്നത്. ചിത്രം നല്ലതെന്നല്ല, വരച്ചത് നല്ലതെന്നാണ് പറയുന്നത്. വരച്ച ആ പ്രവൃത്തിയാണ് നല്ലതെന്ന് പറയുന്നത്. അതാണ് ബ്യൂട്ടിഫുള്ളി വന്നത്. യെസ്. ഓക്കെ. ഇനി ചില വാക്കുകൾക്ക് ഇതിൻ്റെ അകത്ത് അതിന്റെ ആഡ്വർബിന്റെ ഒരു എംഫസൈസ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന വാക്കുകളുണ്ട്. അപ്പൊ അതിനെക്കുറിച്ച് നമുക്ക് പറയാം. അപ്പൊ അതിനെക്കുറിച്ച് പറയുന്ന ഒപ്പം തന്നെ വേറൊരു കാര്യം കൂടി നമുക്ക് പറയാം. നമുക്കറിയാം, ഒരു വെർബ് എടുത്തു കഴിഞ്ഞാൽ ആ വെർബിന് 3 ടെൻസ് ഉണ്ട്. ഒന്ന് പ്രസന്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് ടെൻസ്, അടുത്തത് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. അങ്ങനെ 3 ടെൻസ് ഉണ്ട്. പ്രസന്റ്, പാസ്റ്റ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ. യെസ്. അപ്പൊ ഗോ, വെന്റ്, ഗോൺ, ടേക്ക്, ടുക്ക്, ടേക്കൻ, കട്ട്, 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 പുട്ട്, 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 ബ്രിങ്, ബ്രോട്ട്, ബ്രോട്ട്, ഇതൊക്കെ നമുക്കറിയാം. സെൽ, സോൾഡ്, സോൾഡ്. അപ്പൊ അങ്ങനെ ഒരു വെർബിന് 3 ടെൻസ് പറയാവുന്നത് പോലെ തന്നെ ഒരു അഡ്ജക്റ്റീവിന്, അഡ്ജക്റ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നൗണിനെ വിശേഷിപ്പിക്കുന്ന വേർഡിനും 3 കാലങ്ങളുണ്ട്. ടെൻസ് എന്നുള്ള പറയാം 3 കാലങ്ങൾ. അതിനെ പറയുന്ന പേരാണ് 3 ഡിഗ്രി എന്ന് പറയും. 3 ഡിഗ്രീസ്. അതിന് പറയുന്ന പേര് ഒന്ന് പോസിറ്റീവ് ഡിഗ്രി, അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രി, അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. 3 ഡിഗ്രീസ് ഉണ്ട്. എന്തൊരു അഡ്ജക്റ്റീവിനെ നമ്മൾ എന്തൊരു വിശേഷിപ്പിക്കാന്നല്ലേ. അപ്പൊ ആ 3 വിശേഷണത്തിൽ സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ പിന്നെ അതിനേക്കാൾ നല്ലത് വേറെ ഇല്ലെന്നാണ്. അപ്പൊ നമുക്ക് 3 ഡിഗ്രി നമുക്ക് വിഭജിക്കാം. ഒന്ന് പോസിറ്റീവ് ഡിഗ്രി, അടുത്തത് കമ്പാരിറ്റീവ് ഡിഗ്രി,
അടുത്തത് സൂപ്പർലേറ്റീവ് ഡിഗ്രി. യെസ്, അപ്പൊ നമുക്ക് വേണമെങ്കിൽ പറയാം പൊക്കമുള്ളത്, ടോൾ. അപ്പൊ നമ്മൾ പൊക്കമുള്ളതിനെ ടോൾ എന്ന് പറയുന്നത്, ടോൾ ബോയ്, ടോൾ ഗേൾ. അപ്പോ ഈ പൊക്കമുള്ള ഈ കുട്ടിയെയും മറ്റേ പൊക്കമുള്ള കുട്ടിയെ തമ്മിൽ താരതമ്യം ചെയ്യുമ്പോൾ ടോളർ കമ്പയർ ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ടോളർ. രാജു ഈസ് ടോളർ ദാൻ ലക്ഷ്മി. ലക്ഷ്മിയേക്കാൾ പൊക്കമുള്ളവർക്ക് രാജുവിന്റെ, ലക്ഷ്മിയുടെ പൊക്കത്തെയും രാജുവിന്റെ പൊക്കത്തെയും തമ്മിൽ താരതമ്യം ചെയ്യണം. യെസ്, അപ്പൊ കമ്പാരിറ്റീവ് ഡിഗ്രി ഉപയോഗിക്കണം. ഇനി സൂപ്പർലേറ്റീവ് ഡിഗ്രി ഉണ്ട്, അതാണ് ടോളസ്റ്റ്. ടോൾ, ടോളർ, ടോളസ്റ്റ്. ടോളസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പൊക്കം കൂടിയതാണ്. അതിനേക്കാൾ അപ്പുറത്തേക്ക് വേറെ പൊക്കമുള്ള ആളുണ്ടാവാൻ പാടില്ല. അതിപ്പോ നമുക്ക് വേണമെങ്കിൽ പറയാം രാജു ഈസ് ദ ടോളസ്റ്റ് ബോയ് ഇൻ ദ ക്ലാസ്. ക്ലാസ്സിലെ ഏറ്റവും പൊക്കമുള്ള വിദ്യാർത്ഥി രാജു. അപ്പൊ അവിടെ ടോൾ ഉപയോഗിക്കാൻ പാടില്ല, ടോളർ ഉപയോഗിക്കാൻ പാടില്ല, ടോളസ്റ്റ് എന്ന് പറയാം. ഏറ്റവും കൂടുതൽ പൊക്കം, അതിനേക്കാളും പൊക്കമുള്ള വേറെ ആളില്ല. യെസ്, അപ്പൊ നമുക്ക് മനസ്സിലാക്കേണ്ടത് മാത്രമേ ഉള്ളൂ, ഒരു വെർബിന് 3 ടെൻസ് നമ്മൾ പറയുന്നത് പോലെ ഒരു അഡ്ജക്റ്റീവിന് 3 കാലങ്ങളുണ്ട്. ഒന്ന് പോസിറ്റീവ് ഡിഗ്രി എന്ന് പറയും, രണ്ടാമത്തേനെ കമ്പാരിറ്റീവ് ഡിഗ്രി എന്ന് പറയും, മൂന്നാമത്തേനെ സൂപ്പർലേറ്റീവ് ഡിഗ്രി എന്ന് പറയും. അതിന്റെ എക്സാമ്പിൾ ആണ് ഞാനിപ്പോ പറഞ്ഞത് ടോൾ, ടോളർ, ടോളസ്റ്റ്. വേറെ നമുക്ക് എടുക്കാം സ്മോൾ, സ്മോളർ, സ്മോളസ്റ്റ്. ഇനി സ്മാർട്ട്, സ്മാർട്ടർ, സ്മാർട്ടസ്റ്റ്. അങ്ങനെ ലാർജ്, ലാർജർ, ലാർജസ്റ്റ് ഉണ്ട്. ഇങ്ങനെ എല്ലാത്തിനും 3 ഡിഗ്രീസ് ഉണ്ട്. ഇതിൽ തന്നെ ഇപ്പൊ നമ്മൾ പറഞ്ഞു ബ്യൂട്ടിഫുൾ. ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ വേർഡിനും ഉണ്ട്, അത് മനോഹരമായി കുറച്ചുകൂടി നല്ലതാണെങ്കിൽ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, മോർ ബ്യൂട്ടിഫുൾ എന്ന് പറയും, MORE, മോർ. ഇനി ഏറ്റവും നല്ലതാണെങ്കിൽ മോസ്റ്റ് ബ്യൂട്ടിഫുൾ, മോസ്റ്റ് ബ്യൂട്ടിഫുൾ. യെസ്, അപ്പൊ ബ്യൂട്ടിഫുൾ പോസിറ്റീവ്, മോർ ബ്യൂട്ടിഫുൾ കമ്പാരിറ്റീവ്, മോസ്റ്റ് ബ്യൂട്ടിഫുൾ സൂപ്പർലേറ്റീവ്. യെസ്, ഷീ ഈസ് ദ മോസ്റ്റ് ബ്യൂട്ടിഫുൾ ലേഡി ഇൻ ദ ക്ലാസ്. അവളാണ് ക്ലാസ്സിലെ ഏറ്റവും സുന്ദരിയായ വിദ്യാർത്ഥി. ഇതിന് വേറെ സുന്ദരി ഉണ്ടാവാൻ പാടില്ല. യെസ്, ഓക്കെ. സൂപ്പർലേറ്റീവ് എന്ന് പറഞ്ഞാൽ ഏറ്റവും മുകളിലുള്ളതാണ് സംഗതി. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടെന്ന് തോന്നുന്നു, നിങ്ങൾ SSLC പരീക്ഷ കഴിഞ്ഞ് സ്കൂളിൽ നിന്ന് നിങ്ങളുടെ സർട്ടിഫിക്കറ്റിൽ ഗുഡ് എന്നാണ് എഴുതിയിരിക്കുന്നതെങ്കിൽ ഭയങ്കര നല്ലതെന്നപോലെ അർത്ഥം തിരക്കരുതാണ്. ഏറ്റവും നല്ലതാണ് ടീച്ചർ എന്താ എഴുതണമായിരുന്നു, ബെസ്റ്റ് എന്ന് എഴുതണം. ക്യാരക്ടർ ഈസ് ബെസ്റ്റ്. യെസ്, ഗുഡിനേക്കാളും മുകളിലാണ് ബെറ്റർ. ഗുഡ് നല്ലത്, കുറച്ചുകൂടി നല്ലതാണെങ്കിൽ ബെറ്റർ, ഏറ്റവും നല്ലതാണെങ്കിൽ ബെസ്റ്റ്. ബെസ്റ്റിന്റെ അപ്പുറത്തേക്ക് പിന്നെ ഇല്ല. അപ്പൊ ബെസ്റ്റ് അങ്ങനെ തോന്നിയ പോലെ കൊടുക്കരുത്, കാരണം അതിന്റെ അപ്പുറത്ത് പിന്നെ നല്ലതെന്ന് പറയാൻ നമുക്ക് വാക്കില്ല. യെസ്, അപ്പൊ ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ചില വാക്കുകളുടെ കമ്പാരിറ്റീവ് ഡിഗ്രി സൂപ്പർലേറ്റീവ് എഴുതാൻ വേണ്ടിയിട്ട് നമുക്ക് മോറും മോസ്റ്റും ചേർത്താൽ മതി. അത് നമുക്ക് ഓർത്തിരിക്കാനുള്ള സൗകര്യമാണെങ്കിൽ നമുക്ക് പറയാവുന്നത്, അങ്ങനെയുള്ള അഡ്ജക്റ്റീവ്സ് നമ്മൾ പറയുമ്പോൾ നമ്മുടെ ഈ നാക്ക് മുകളിൽ ഒന്നിലധികം പ്രാവശ്യം മുട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ അതിനൊക്കെ മോറും മോസ്റ്റ് വരും. അത് ചിന്തിച്ച് വെച്ചു. ബ്യൂട്ടിഫുൾ എന്ന് പറയുമ്പോൾ എത്ര പ്രാവശ്യം മുട്ടുന്നുണ്ടെന്ന് പറഞ്ഞു നോക്കി, ഒന്നിൽ കൂടുതലില്ലേ. അപ്പോ അതിന്റെ കമ്പാരിറ്റീവ് ഡിഗ്രി മോർ ബ്യൂട്ടിഫുൾ ആൻഡ് സൂപ്പർലേറ്റീവ് ഡിഗ്രി മോസ്റ്റ് ബ്യൂട്ടിഫുൾ. അടുത്തത് വേറെ ഏതാണ്, കെയർഫുള്ളി. ഓക്കെ 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 ഓക്കെ. കെയർഫുൾ, കെയർഫുള്ളി അല്ല കെയർഫുൾ. കെയർഫുൾ എന്ന് പറയുമ്പോൾ മോർ കെയർഫുൾ, മോസ്റ്റ് കെയർഫുൾ. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ ഒരു അഡ്ജക്റ്റീവ് എടുത്തു കഴിഞ്ഞാൽ അതിനെ ഈ 3 ഡിഗ്രീസ് ആയിട്ട് വിഭജിക്കാം എന്ന് പറയുന്നത് പോലെ ഒരു ആഡ്വർബിനെയും നമുക്ക് 3 ഡിഗ്രീസ് ആയിട്ട് വിഭജിക്കാം. 3 ഡിഗ്രി ആയിട്ട്. അതായത് നമ്മൾ ഒരു വെർബിനെ വിശേഷിപ്പിക്കുകയാണ്. ആ വെർബിനെ വിശേഷിപ്പിക്കുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പേര് നമ്മൾ ആഡ്വർബ് എന്ന് പറയും. ആ വിശേഷം കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് പറയണമെങ്കിൽ അതിന്റെ കൂടെ മോർ എന്ന് കൂടി ചേർക്കും.
ആ വിശേഷണം കുറച്ചുകൂടി വീണ്ടും സ്ട്രോങ് ആക്കാതിരിക്കും. അതിന്റെ കൂടെ എന്ത് ചേർക്കണം? മോസ്റ്റ് എന്ന് കൂടി ചേർക്കണം. അപ്പൊ കെയർഫുള്ളി ഞാനൊരു വേർഡ് പറയുകയാണ്. യു വർക്ക് കെയർഫുള്ളി, അല്ലെങ്കിൽ നന്നായിട്ട് കെയർഫുള്ളി ശ്രദ്ധയോടുകൂടി ജോലി ചെയ്യുക. യെസ്, ആ കെയർഫുള്ളി എന്നുള്ളതിന്റെ ശ്രദ്ധയോടുകൂടി ചെയ്യാനാണ്. ഒന്നുകൂടി നമ്മൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പറയണം, പറഞ്ഞല്ലോ. വെറുതെ ശ്രദ്ധിച്ചാൽ വേണ്ട കാര്യമാണ്. മോർ കെയർഫുള്ളി. ഇനി വെറുതെ അല്ല, കാര്യമായിട്ട് ഇവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കുന്ന ഈ സാധനം നമുക്ക് മോസ്റ്റ് കെയർഫുൾ. യെസ്, അപ്പൊ അങ്ങനെ നമ്മൾ കൊടുക്കുന്ന ആ വെർബിന് നമുക്ക് മോസ്റ്റും മോറും മോസ്റ്റും കൊടുക്കാം. അത് കൊടുക്കുന്ന എംഫസിസിന്റെ ആഴമൊക്കെ കൂടും. സിൻസിയർലി എന്ന് പറയുക, മോർ സിൻസിയർലി, മോസ്റ്റ് സിൻസിയർലി. യെസ്, അപ്പൊ ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി. നമ്മുടെ പരീക്ഷയ്ക്ക് ചോദ്യം വരുമ്പോൾ ഒരു സെന്റൻസ് അവിടെ കൊടുക്കും. എന്നിട്ട് കൊടുത്തിട്ട് പറയും ഈ തന്നിരിക്കുന്ന വാചകത്തില് ഏതാണ് ആഡ്വർബ് എന്ന് കണ്ടുപിടിക്കുക എന്ന് പറയും. അപ്പോ അത് വായിച്ചു നോക്കിയിട്ട് ഇന്നതാണ് ആഡ്വർബ് എന്നുള്ളത് നിങ്ങൾക്ക് അറിയാം, തിരിച്ചറിയാം. യെസ്, അപ്പൊ ഞാൻ പറഞ്ഞു ആഡ്വർബ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വെർബിനെ വിശേഷിപ്പിച്ച വേർഡ് ദാറ്റ് ആഡ്സ് an additional meaning to verb. വെർബിന് ഒന്നുകൂടി ഒരു അഡീഷണൽ ആയ ഒരു മീനിങ് കൊടുക്കുന്ന സംഗതിയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. യെസ്, ആഡ്വർബ് പല രീതിയിലുണ്ട്. ആഡ്വർബ് ഓഫ് മാനർ, ആഡ്വർബ് ഓഫ് ടൈം, ആഡ്വർബ് ഓഫ് പ്ലേസ്, ആഡ്വർബ് ഓഫ് ഫ്രീക്വൻസി, ആഡ്വർബ് ഓഫ് സർട്ടനിറ്റി, ആഡ്വർബ് ഓഫ് ഡിഗ്രി, റിലേറ്റീവ് ആഡ്വർബ്, ഇൻട്രോഗേറ്റീവ്, പലതൊക്കെ ഉണ്ട്. അതൊന്നും ആ പേരുകളൊന്നും ഓർത്തിരിക്കണ്ട. ഒരു വാചകം കാണുമ്പോൾ അതിൻ്റെ അകത്തുള്ള ആഡ്വർബ് ഏതാണ്. അപ്പൊ അത് വേറെ ഒന്നും നോക്കുന്നത്, അതിന്റെ അകത്ത് വെർബ് ഏതാന്ന് നോക്കുക. അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു വേർഡ് അതിൻ്റെ അകത്തുണ്ടോ, അതായിരിക്കും അതിൻ്റെ അകത്ത് ആഡ്വർബ്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് ഒന്ന് രണ്ട് എക്സാമ്പിൾസിലൂടെ ഒക്കെ പോകാം. എഴുതിക്കോളൂ. The girl ran fast. രണ്ടാമത്തെ വാചകം, the boy walked, walked, walked slowly, slowly, slowly. ഒന്നുകൂടി എഴുതിക്കോ. യെസ്, എഴുതിക്കോ. ശുഭ acted, ACTED, acted bravely, BRAVELY, bravely. യെസ്, അപ്പൊ ഇതിനകത്ത് 3 വാചകം ഞാൻ എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഓരോ വാചകത്തിലും ആഡ്വർബ് എന്ന് തോന്നുന്നു ആ വേർഡ് അടിയിൽ നിന്ന് വരച്ചാൽ മതി. ആഡ്വർബ് ഒന്ന് പറയാമോ? ഒന്നുകൂടെ പറഞ്ഞു കഴിയുമ്പോൾ കേട്ടില്ല. ഒന്നുകൂടെ പറയാമോ? ഫസ്റ്റത്തെ ഞാൻ കേട്ടില്ലായിരുന്നു. യെസ്, the girl ran fast. The girl ran fast. അടിയിൽ വരച്ചല്ലേ? സിമ്പിൾ അല്ലേ? വെരി 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 സിമ്പിൾ. അപ്പൊ ജയമോളെ എന്നെ ആദ്യത്തെ വായിച്ചു. ഞാൻ ചോദ്യം വായിക്കാം. The girl ran fast. എന്റെ ആഡ്വർബ് ഏതാണ്? പറയാം സർ. സിമ്പിൾ അല്ലേ? 4 വേർഡുള്ളൂ. ദി ഗേൾ റാൻ ഫാസ്റ്റ്. എന്റെ അത് പെട്ടെന്ന് കണ്ടുപിടിക്കാല്ലേ? റാൻ. ജയമോളെ നോക്ക്, ആ പെൺകുട്ടി വേഗത്തിൽ ഓടി. ഇവിടെ ആ പെൺകുട്ടി ചെയ്ത പ്രവൃത്തി എന്താണ്? ഓടി എന്നുള്ളതാണ് അല്ലെ? എപ്പോഴും ഒരു കാര്യം മനസ്സിലാക്കുക, ഓടുക വെർബിന് എപ്പോഴും 3 കാലം പറയാൻ പറ്റും. അതായത് ഓടുക, ഓടി, ഓടും. ചാടുക, ചാടി, ചാടും. നടക്കുക, നടന്നു, നടക്കും. കുളിക്കുക,
കുളിച്ചു, കുളിക്കും. വെറുപ്പിന് എപ്പോഴും 3 കാലങ്ങളിലാണ്. അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്ക് നോക്കിയേ. ദ ഗേൾ റാൻ, പെൺകുട്ടി ഓടി. അത്രയും പറഞ്ഞാൽ സെന്റൻസ് കംപ്ലീറ്റ് ആണ്. ആ ഓടിയത് എങ്ങനെയാണെന്നാണ് പിന്നീട് പറയുന്നത്. ഫാസ്റ്റ്, വേഗത്തിൽ ഓടി. പെൺകുട്ടിയെ വിശേഷിപ്പിച്ചിട്ടില്ല. ആ പെൺകുട്ടി ചെയ്ത പ്രവൃത്തിയെ വിശേഷിപ്പിച്ചേക്കണേ. അപ്പൊ ഇതിൻ്റെ അകത്ത് ഏതാണ് adverb? ഫാസ്റ്റ് ആണ്. ഓക്കെ നിർമ്മിത, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സബിത, രണ്ടാമത്തെ വാചകം ഞാൻ വായിക്കാം. ദ ബോയ് വാക്ക്ഡ് സ്ലോലി. Slowly. വെരി ഗുഡ്. നോക്കി, സംശയം ചോദിച്ചേക്കൊണ്ട് ആൺകുട്ടി സാവകാശം നടന്നു. അപ്പൊ നടന്നു എന്നുള്ള വെർബിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെയാണ് നടന്നത്? സാവകാശം. അടുത്തത് ജിൻസി, ചോദ്യം ഞാൻ വായിക്കാം. ഹി ആക്ടഡ് ബ്രേവ്ലി. Bravely. Bravely is a correct answer. Very good, very good, very good. അടുത്തത് she sang, S-A-N-G, sang sweetly. അടുത്തത് യെസ്, ഇതിന്ന് ഒരാളുടെ പേരെടുക്കാം. ആരതി spoke, S-P-O-K-E, spoke with great hospitality, H-O-S-P-I-T-A-L-A-T-Y, hospitality. ആദ്യത്തെ വലിയ അതാണ്. ഒരു വാചകം എഴുതിക്കോ. He spoke, S-P-O-K-E, spoke in an angry, A-N-G-R-Y, angry tone, T-O-N, angry tone. He spoke in an angry tone. Yes. Tone ആണ് സർ. Tone, T-O-N. Tone. യെസ്, 3 വാചകം കൊണ്ട് എഴുതിക്കോളൂ. എഴുതണ്ട, നിങ്ങൾക്ക് അടിയിൽ വരച്ചാൽ മതി. ആൽബിബൾബിന്റെ അടിയിൽ ഒന്ന് വരച്ചാൽ മതി. യെസ്, ആർസുന്റെ കഴിഞ്ഞിരിക്കുന്നു. യെസ്, ഓക്കെ നിർമ്മിത, കഴിഞ്ഞു. അപ്പോ ഞാൻ ചോദിക്കാം. ഐഷ, ചോദ്യം ഞാൻ വായിക്കാം. ഷീ സാങ് സ്വീറ്റ്ലി. വെരി ഗുഡ്. യെസ്, അപ്പൊ സ്വീറ്റ്ലി ആണ്. സംശയം ചോദിച്ചേക്ക. അവൾ സ്വീറ്റ് ആയിട്ട് പാടി. എങ്ങനെ പാടി? പാടി എന്നുള്ള വെർബ് പാടി, പാടും, പാടുക, പാടി, പാടും. യെസ്, അപ്പൊ ആ വെർബിനെ വിശേഷിപ്പിക്കുകയാണ് സ്വീറ്റ്ലി. അടുത്തത് ഷംന, ശുഭ അല്ലേ? അല്ല സർ, ആരതി. ഓക്കെ, സോറി, ഞാൻ ഇതിനകത്ത് നോക്കി ശുഭ ആരതിയാക്കി മാറ്റിയത്. യെസ്, ആരതി സ്പോക്ക് വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി. ഷംന പറയൂ. ഷംന ഷാജല. ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി അല്ലേ? എഴുതിയേക്കണല്ലേ? യെസ്, ഒരു ചാൻസ് കൂടി ഞാൻ അടുത്ത കൊടുക്കാം. ഹരിത എന്ത് എഴുതി? ഗ്രേറ്റ് മാത്രം എഴുതി. നമുക്ക് ഈ സെന്റൻസിന്റെ അർത്ഥം നോക്കാം. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, ആരെങ്കിലും പറഞ്ഞല്ല, നിങ്ങളെ അർത്ഥം കൊണ്ടൊന്ന് നോക്കണേ. ഓക്കെ, ആരതി സ്പോക്ക്, സംസാരിച്ചു. വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി, വലിയ
ആദിത്യ മര്യാദയോടുകൂടി ഇവിടെ ആരതി സംസാരിച്ചു. അപ്പൊ സംസാരിക്കുക എന്നുള്ളതാണ് പറഞ്ഞത് അല്ലെ? സംസാരിക്കുക, സംസാരിച്ചു, സംസാരിച്ചു, 3 കാലം നമുക്ക് പറയാൻ പറ്റും. ആ സംസാരിക്കുക എന്ന് നമ്മൾ ചോദിക്കുകയാണ്, ഇങ്ങനെ സംസാരിച്ചു വലിയ ആദിത്യ മര്യാദയോട് കൂടിയിട്ട് അല്ലെ? അപ്പൊ അല്ലൂസേ, അപ്പൊ അവിടെ ഗ്രേറ്റ് ഒഴിവായി പോകും. അപ്പൊ ഇതിന്റെ അകത്ത് വരുന്ന ആദിത്യ മര്യാദയോടെ, അതാണ് വെർബിനെ വിശേഷിപ്പിക്കുന്നത്. സംസാരിച്ച രീതിയായ ആദിത്യ മര്യാദയോടെ. അപ്പൊ വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി, അവിടം വരെ ഇതിനകത്ത് ഏതൊരു അനുഭവം, വിത്ത് ഗ്രേറ്റ് ഹോസ്പിറ്റാലിറ്റി കേട്ടോ, ആദിത്യ മര്യാദയോട് കൂടെ. ഓക്കെ ഷംന? യെസ്. നർമിത, അടുത്ത ചോദ്യം ഞാൻ വായിക്കാം. He spoke in an angry tone. Angry tone. ആംഗ്രി ടോണിന്റെ കൂടെ ആംഗ്രി ടോണിൽ സംസാരിച്ചു അല്ലെ? ദേഷ്യത്തിൽ ഒരു ഇല്ല് വന്നില്ലേ? അപ്പൊ ഇന്നും കൂടെ എന്നോട് ചേർത്തേ. Angry tone. നമ്മൾ നേരത്തെ വിത്ത് ചേർത്തില്ല, അതിന് തൊട്ട് മൂലവാചകത്തിൽ പ്രൊപ്പോസിഷൻ. അതായത് ആദിത്യ മര്യാദയോട് കൂടെ, വിത്ത് യു നിങ്ങളുടെ കൂടെ, വിത്ത് ദം അവരുടെ കൂടെ, വിത്ത് ബോയ്സ് ആൺകുട്ടികളുടെ കൂടെ, വിത്ത് ഗേൾസ് കൂടെ എന്നുള്ളത്. അപ്പൊ രണ്ടാമത്തെ ആൻസർ ഇൻ ആൻ ആംഗ്രി ടോൺ. സംശയമുള്ളവര് ചോദിച്ചേക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The teacher was sitting there, there. അടുത്തത്, you must stay, stay, stay here. അടുത്തത്, he comes here, he comes here, COMES, he comes here often, OFTEN, often. He comes here often. Yes, എഴുതിക്കോളൂ. ഇതല്ല അടിയിൽ വരച്ചു. യെസ്, ആശുവിന്റെ കയ്യിലിരിക്കുന്നു. യെസ്, ആരതി കഴിഞ്ഞിരിക്കുന്നു, ജയമോള് കഴിഞ്ഞിരിക്കുന്നു. അപ്പൊ ഓക്കെ, ആശുവിനെ വായിച്ചോളൂ. ചോദ്യം ഞാൻ വായിക്കാം. The teacher was sitting there. ആൻസർ ഏതാണ്? Sitting there. ഒന്നുകൂടി നോക്കി. The teacher was sitting. Sir, വാസിന്റെ കാലം പറയാൻ പറ്റുമോ? അതുകൊണ്ട് അതിന്റെ കഴിഞ്ഞിട്ട് സിറ്റിംഗ് there അല്ലേ വരുന്നത്? ആയിരുന്നു എന്നുള്ളത് നമുക്ക് 3 കാലം പറയാം. വാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്സിലറി വെർബാണ്. വെർബ് ഉണ്ടാവും, അതിന്റെ കൂടെ നമ്മൾ ഉപയോഗിക്കുന്ന ഈ സാമാരക ഓക്സിലറി വെർബാണ്, സഹായക്രിയ അല്ലെങ്കിൽ ഹെൽപ്പിംഗ് വെർബ് എന്ന് പറഞ്ഞു. നമുക്ക് 3 കാലങ്ങൾ പറയാം. എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? ആയിരുന്നു, ആകുന്നു, ആയിരിക്കും. നോക്കിയേ, ഇരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു വെർബല്ലേ? നോക്കിയേ, ഇരിക്കുക, ഇരുന്നു, ഇരിക്കും. അപ്പൊ ഇരിക്കുക വരും, അല്ലെങ്കിൽ വരില്ല. അത് വെച്ച് ബാക്കി പറഞ്ഞാൽ കറക്റ്റ് ആണ്. അപ്പൊ ഇരിക്കുക എന്നുള്ളത് ചോദിക്കുക, അപ്പൊ വെർബല്ലേ? എവിടെ ഇരിക്കുക? യെസ്, അവിടെ ഇരിക്കുക. മാത്രമാണ് എൻ്റെ അത് അനുഭവം കേട്ടോ. യെസ്, ഓക്കെ, വെരി ഗുഡ്. വിദ്യ ജോബി, യു മസ്റ്റ് സ്റ്റേ ഹിയർ. ഹിയർ ഇല്ല സാറ്. അതങ്ങനെ ബലത്തിൽ പറഞ്ഞ വിദ്യ, കറക്റ്റ് ആണ്. ഹിയർ ആണ്.
HERE, here. Very good, very good, very good. Yes. And you said, okay, yes. അപ്പോൾ ഗാരതി കൊടുക്കാം. അല്ലൂസിന്റെ ഫോണിന്റെ മൈക്രോഫോൺ വർക്കിംഗ് അല്ലെന്നാണ് പറഞ്ഞത്. യെസ്. അപ്പൊ കൊടുക്കാം. ഹി കംസ്, ഭാരതി, ഹി കംസ് ഹിയർ ഓഫൺ. പറയൂ. ഓഫൺ. ഇതിന്റെ അകത്ത് 2 ആഡ്വർബ് ഉണ്ട്. യെസ്. ഹിയർ നമുക്ക് ആഡ്വർബ് ആയിട്ട് പറയാം. ഓഫൺ 2 കിടപ്പുണ്ട്. യെസ്. ഓക്കെ, ഞാനത് പറയുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ മിണ്ടാണ്ടിരുന്നത്. യെസ്. ഇരിക്കുക എന്നുള്ളതിലൂടെ അല്ല, ഹി കംസ് ഹിയർ ഓഫൺ. അവൻ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ വരാറുണ്ട്. ആ വരിക എന്നുള്ളതാണ് വെർബ്. എവിടെ വരുന്നത്? ഇവിടെ. അപ്പൊ വരുന്നതിനെ വിശേഷിപ്പിക്കാൻ ഇവിടെയാണ് വരുന്നത്. എങ്ങനെയാ വരുന്നത്? ഇടയ്ക്കിടയ്ക്ക്, ഓഫൺ. പിന്നെ അത് 2 ആഡ്വർബ് ഉണ്ട്. പരീക്ഷയ്ക്ക് വരുമ്പോൾ അത് പഠിക്കണ്ട. 2 ആഡ്വർബുകൾ വരില്ല, ഒരെണ്ണം വരുള്ളൂ. കാരണം നമുക്ക് അല്ലെങ്കിൽ ആൻസറിൽ മിസ്റ്റേക്ക് വരും. യെസ്. ഇതിനകത്ത് 2 ആഡ്വർബ് ഉണ്ടല്ലോ എന്ന് നിങ്ങൾ പറയുമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അങ്ങനെ മനഃപൂർവ്വം എഴുതിയത്. അത് ഭാരതിയോട് ചോദിച്ചു, ഭാരതി അത് പറഞ്ഞില്ല. ആരെങ്കിലും അത് മനസ്സിൽ വിചാരിച്ചായിരുന്നു ഇതിനകത്ത് 2 കാണുന്നുണ്ടല്ലോ. യെസ്. അപ്പൊ ജിൻസി അങ്ങനെ ചിന്തിച്ചു, വിദ്യ ചിന്തിച്ചു, ജയ്മോൾ ചിന്തിച്ചു, ആർഷു ചിന്തിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്. പ്രവീണ ചിന്തിച്ചു. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അടുത്തത് യുവർ ഫ്രണ്ട്, FRIEND, യുവർ ഫ്രണ്ട് telephoned, TELEPHONED, telephoned twice, TWICE, twice. അടുത്ത ചോദ്യം, we go to movie, 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 occasionally, OCC, ASION, ALLY, occasionally. We go to movie occasionally. അടുത്തത്, she always go to. She always go to temple. Temple. സർ ലാസ്റ്റ് സെന്റൻസ് ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാമോ? Okay. She always go to temple. ഒന്നുകൂടെ എഴുതിക്കോ. അപ്പൊ ഒരു സെക്ഷൻ എഴുതിക്കണം. അടുത്ത സെൻസ്, she has never, NEVER, never sung, SUNG, sung. ഓക്കെ, എഴുതിക്കോളൂ. യെസ്. എഴുതിട്ട് പറഞ്ഞാൽ അണ്ടർലൈൻ ചെയ്തോളൂ. ആർസുവിന്റെ കഴിഞ്ഞിട്ടുണ്ട്. ജയമോള്, ജിൻസി. യെസ്. അപ്പൊ 2-3 പേരെ കഴിഞ്ഞിട്ടുള്ളതിന്റെ പേരിൽ നമുക്ക് തുടങ്ങാം. യെസ്. അപ്പോ ചാൻസ് പ്രവീൺ രാജനാണ് ചാൻസ് കേട്ടോ. ചോദ്യം ഞാൻ വായിക്കാം. യുവർ ഫ്രണ്ട് ടെലിഫോൺ ടോയ്സ്. പറഞ്ഞോളൂ പ്രവീണ. ടോയ്സ്. വെരി ഗുഡ്, വെരി ഗുഡ്. നോക്കിയേ, സംശയോട് ചോദിച്ചാൽ യുവർ ഫ്രണ്ട്, നിന്റെ സുഹൃത്ത്, ടെലിഫോൺ ചെയ്യുക, ടെലിഫോൺ ചെയ്തു, ടെലിഫോൺ ചെയ്യും. 3 ടൈംസ് നമുക്ക് പറയാം. ആ ടെലിഫോണിൽ ആ ചെയ്തതിനെ വിശേഷിച്ച് എത്ര പ്രാവശ്യം ചെയ്തു? ടോയ്സ്. ഓക്കെ. അടുത്തത് ജിഷ. ചോദ്യം ഞാൻ വായിക്കാം. We go to movie occasionally.
ജിഷ വിമോത് യെസ്. അപ്പോ ജിഷയുടെ അടുത്ത് കസ്റ്റമേഴ്സ് ഉണ്ടാവും. അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, നർമ്മിതയിലോട്ട് വരാം. നർമ്മിത പറഞ്ഞോളൂ. Sir, occasionally. ഒക്കേഷണലി. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. സംശയമുള്ളവർ ചോദിച്ചേക്കണം. ഒക്കേഷണലി. വെരി ഗുഡ്, വെരി ഗുഡ്. ദെൻ അനു, അടുത്ത ചോദ്യം ഞാൻ വായിക്കാം. ഷീ ഓൾവേസ് ഗോ ടു ടെമ്പിൾ. സാർ ഞാനിപ്പോ ക്ലാസ്സിൽ കേറിയതേ ഉള്ളൂ, എന്താ പറഞ്ഞെന്നറിയില്ല. പിടിപാടിലായിട്ടിരിക്കല്ലേ? വേറെ ഒന്നും ചിന്തിക്കണ്ട, നമുക്കൊരു ലെക്ക് നോക്കാം. ഈ പറഞ്ഞിരിക്കുന്ന വാചകത്തിൽ, അതായത് ഷീ ഓൾവേസ് ഗോ ടു ടെമ്പിൾ എന്ന് പറയുന്ന വാചകത്തിൽ ഒരു വാക്ക് ആഡ്വർബാണ്. എന്ന് വെച്ചാല് വെർബിനെ വിശേഷിപ്പിക്കുന്ന ഒരു വാക്കുണ്ട്. അത് ഏതാന്ന് പറഞ്ഞാൽ മതി. സാർ ഒന്നുകൂടെ സെന്റൻസ് പറയുവോ? ഷീ ഓൾവേസ് ഗോ ടു ടെമ്പിൾ. ഓൾവേസ്. ഇറ്റ്സ് കറക്റ്റ് ആൻസർ. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. എന്തിനാ നേരത്തെ വന്നത്? വൈകി വന്നാൽ മതി. യെസ്, കറക്റ്റ് ആണ്. ഓൾവേസ് ആണ്, ഓൾവേസ് ആണ്. യെസ്. അടുത്ത ജയമോളെ, ഷീ ഹാസ് നെവർ സൺ. sank, ശരിക്കും ആലോചിക്കും. വെർബിന് 3 കാലങ്ങൾ. പാടുക എന്നാണ് ആ വേർഡ്. പാടുക, പാടി, പാടും. അത് വെർബായിരിക്കും എപ്പോഴും. ഒന്നുകൂടി ആലോചിച്ച്. വേറെ വാക്ക് കറക്റ്റോട് കടുപ്പുണ്ടല്ലോ. never, നെവർ എന്ന് പറയാൻ ഇച്ചിരി മടി. ഒരിക്കലും പാടുക എന്നുള്ള വിശേഷിപ്പിക്കും. എങ്ങനെ? ഒരിക്കലും പാടിയിട്ടില്ല. നെവർ. യെസ്, നെവർ ആണ് അതിന്റെ അത്. നിങ്ങൾ ഒരു വാക്ക് എടുക്കുമ്പോൾ ചിന്തിക്കുക, ഇതിന് 3 കാലങ്ങൾ പറയാൻ പറ്റുമോ? അങ്ങനെയെങ്കിൽ ആൻസർ അല്ല. അത് ആൻസർ അല്ല, കാരണം അത് വെർബാണ്. അതിന് വിശേഷിപ്പിച്ചുകൊണ്ട് പറയാൻ പറ്റുന്ന വേർഡിന്റെ അകത്ത് എന്താ നോക്കാം. അതായിരിക്കും എന്ത്? പറ്റൊട്ടും മുകളിലുള്ളവര് വാചകം നോക്കിയേ. ഷീ ഓൾവേസ് ഗോ ടു ടെമ്പിൾ. അപ്പൊ ഗോ എന്ന് പറഞ്ഞാൽ പോവുക, അതാണ് വെർബ്. പോവുക, പോയി, പോകും. അതിനെ വിശേഷിപ്പിക്കുകയാണ്. എങ്ങനെ പോണേ? ഓൾവേസ്, എപ്പോഴും പോകുന്നുണ്ട്. അപ്പൊ ഓൾവേസ്. അടുത്തത്, ദ ഏർലി ബേർഡ്, EARLY, the early bird catches, CATCHES, catches the worm, WORM. ഇതൊരു പഴഞ്ചൊല്ലാണ്. The early bird catches the worm. Next sentence. Okay, I will repeat. The early, EARLY, early bird, പക്ഷി, BIRD, bird catches, CATCHES, catches the worm, WORM, worm പുഴു. അടുത്തത്, he spoke, SPOKE, spoke kindly, KINDLY, kindly to me. Sir, ഒന്നുകൂടി പറയൂ. He spoke, SPOKE, spoke kindly to me. Yes. അടുത്തത്, hard work ends, ENDS, ends in success, SUCCESS. Hard work ends in success. Okay, underline ചെയ്തു. ജിഷ, ഞാൻ വിളിച്ചിരുന്നു. സാറേ ഇന്ന് ഇച്ചിരി തിരക്കാം സാറേ. ഓക്കെ, പരിപാടി നടക്കട്ടെ, നോ പ്രോബ്ലം. ഞാനുണ്ട്, ഇവിടെ ഉണ്ട്. പരിസരത്തുണ്ടായാൽ മതി. ഓക്കെ, വെരി ഗുഡ്. യെസ്.
യെസ്, അപ്പൊ ജിൻസിയുടെ കഴിഞ്ഞിട്ടുണ്ട്, സബിതയുടെ കഴിഞ്ഞിട്ടുണ്ട്, നർമ്മിത ഫിനിഷ് ആക്കിയിട്ടുണ്ട്, ആര്യന് ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഓക്കെ ഓക്കെ ഓക്കെ. പ്രവീണ ജയമോളൊക്കെ പുറകിൽ വന്നിട്ടുണ്ട്. ഓക്കെ, സബിത വായിച്ചോളൂ. ചോദ്യം ഞാൻ വായിക്കാം. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ worm. ഏതാണ് ആൻസർ? early, ഏർലി കറക്റ്റ് ആൻസർ ആണ്. നോക്കി, ഇതൊരു പഴഞ്ചൊല്ലാണത്. അതായത് അതിരാവിലെ തന്നെ പോകുന്ന പക്ഷിക്ക് അതിനുള്ള ഭക്ഷണം കിട്ടുള്ളൂ. പിന്നെ ചെല്ലുന്ന പക്ഷിക്ക് എന്ത് പറ്റും? ഭക്ഷണം കിട്ടൂല. കാരണം ആദ്യം വന്ന പക്ഷി അത് കഴിച്ചിട്ടുണ്ടാവും. അതുകൊണ്ടാണ് ഏർലി ബേർഡ്. വേറെ എന്ത് കാര്യം ചെയ്യാന്നുണ്ടെങ്കിൽ നേരത്തെ ചെയ്യണമെന്നുള്ളൊരു പഴഞ്ചൊല്ലാണ് ഈ സംഗതി. ദ ഏർലി ബേർഡ് ക്യാച്ചസ് ദ worm. ആദ്യം പോകുന്ന പക്ഷി കോഴിയിൽ ആദ്യം ചെല്ലുമ്പോൾ അതിന് ഭക്ഷണം കിട്ടും, ചില പുഴുക്കളെ കിട്ടും. രണ്ടാമത് വരുന്നതിന് ഏർലി, നേരത്തെ പോകുന്നതിന്. യെസ്, ഓക്കെ 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 ഓക്കെ. ദെൻ ജിൻസി, ചോദ്യം ഞാൻ വായിക്കാം. He spoke kindly to me. Okay. kindly, Kindly, correct ആണ്. അവൻ എന്നോട് ദയയോടുകൂടി സംസാരിച്ചു. അപ്പൊ സംസാരിക്കുക എന്ന് പറയുന്ന വെർബിനെ വിശേഷിപ്പിക്കുന്നത് എങ്ങനെയാ സംസാരിച്ച്? കൈൻഡ്ലി, ദയോട് കൂടിയിട്ട്. യെസ്. ദെൻ ഐഷ, ചോദ്യം ഞാൻ വായിക്കാം. ഹാർഡ് വർക്ക് ends in success. ഓട്ടോഗ്രാഫിലൊക്കെ എഴുതി കൊടുക്കാം. success, ഒന്നുകൂടി ആലോചിക്കും. സക്സസ് end, success. കൊച്ചു പറഞ്ഞത് കറക്റ്റായിട്ട് കേട്ടാ. യെസ്, ഒന്നുകൂടി ആലോചിക്കും. മനസ്സിരുത്തി ആലോചിക്കുക. ഐഷയുടെ കോൺസെൻട്രേഷൻ പോകുന്നു. നോക്കി, കഠിനമായ ജോലി, കഠിന പ്രയത്നം വിജയത്തിലാണ് അവസാനിക്കുന്നത്. എന്തെന്നാലും അവസാനിക്കുക, അവസാനിച്ചു, അവസാനിക്കും. 3 കാലങ്ങൾ പറയാൻ പറ്റില്ലേ? പിന്നെ ആദ്യം എളുപ്പമാണ്. അപ്പൊ അത് വെർബാണ്. ഹാർഡ് വർക്ക് ഉണ്ട്, സക്സസ് അല്ലേ? സക്സസ് വിജയം, ഒരു അവസ്ഥയല്ലത്. വിജയം, വിജയിക്കുക, വിജയിച്ചു, വിജയിക്കും, അങ്ങനെ പറയാം. ഒരു നൗണാണ്, പേരാണ് വിജയം. യെസ്, മാറ്റി പിടിക്കൂ. ഹാർഡ് വർക്ക് ആണ്. വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാന്നുള്ളതല്ലേ? യെസ്, ചെയ്യുന്നതിന് വിശേഷിപ്പിക്കുക. എങ്ങനെ ജോലി ചെയ്യണമെന്നാ പറയണേ? ഹാർഡായിട്ട്, കഠിനമായിട്ട് ജോലി ചെയ്യും. അപ്പൊ ഹാർഡ് എടുക്കാൻ മതി ഇവിടെ. ഹാർഡ്. യെസ്, ഓക്കെ 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 ഓക്കെ. അടുത്തത് നെക്സ്റ്റ്. You look very tired. Tired, tired. Yes. We looked, L-O-O-K-E-D, looked for you everywhere. E-V-E-R-Y-W-H-E-R, everywhere. Yes. അടുത്തത് Mary's, M-A-R-Y-apostrophe, Mary's little lamb, L-A-M-B, lamb followed, F-O-L-L-O-W-D, followed her everywhere. Followed her everywhere. ഒന്നുകൂടി പറയാം. Mary's
Little lamb followed her everywhere. Yes, underline ചെയ്തു. നിർമ്മിതര കഴിഞ്ഞു. ജിൻസി ഓക്കെ. ഓക്കെ 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 വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. യെസ് ഷംന. ഇടക്കിടക്ക് പറഞ്ഞു ചോദ്യം ഷംനയുടെ വായിച്ച ആൻസർ വായിച്ചുകൂടാ. ഷംന ഷാജിദ. സാർ ഞാൻ കുറച്ച് സമയം ഇല്ലായിരുന്നു കേട്ടോ. ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഒന്ന് പറയൂ. യു ലുക്ക് വെരി ടൈഡ്. അതല്ലേ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എല്ലാവരോടും അല്ലേ? യെസ്. ഓക്കെ ഓക്കെ. വെരി ടൈഡ്. വെരി ടയേർഡ്. വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ് വെരി ഗുഡ്. കറക്റ്റ് ആണ്. വെരി ടയേർഡ്, വളരെ ക്ഷീണിത്. യെസ്. ഓക്കെ ഓക്കെ ഓക്കെ. ലുക്ക് കാണപ്പെടുക, കാണപ്പെട്ടു, കാണപ്പെടും. എങ്ങനെ കാണപ്പെടുന്നു? വളരെ ക്ഷീണിത്. വെരി ടയേർഡ്. ഓക്കെ വെരി ഗുഡ് വെരി ഗുഡ്. അർസു അടുത്ത് വായിച്ചോളൂ. We looked for you everywhere. For you everywhere. Yes. For you everywhere. നോക്കിയേ ആ സെന്റൻസിന്റെ അർത്ഥം നോക്കട്ടെ. വി ലുക്ക്, അന്വേഷിച്ചു എടുക്കാം. നോക്കിയിരുന്നോ അന്വേഷിച്ചു എടുക്കാം. ഫോർ യു, നിനക്ക് വേണ്ടി ഞങ്ങൾ അന്വേഷിച്ചു. എവരിവെയർ, എല്ലായിടത്തും, എല്ലായിടത്തും നിന്നെ അന്വേഷിച്ചു എന്നാണ്. അപ്പൊ നോക്കിയേ, അന്വേഷിക്കുക എന്നുള്ളതിലല്ല അത് വെർബ്. അന്വേഷിക്കുക, ലുക്ക്, അന്വേഷിക്കുക, അന്വേഷിച്ചു, 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 അതാണ് വെർബ്. എവിടെ അന്വേഷിക്കണേ? Everywhere. എവരിവെയർ, എവരിവെയർ ആണ് ആൻസർ. ഫോർ യു എന്ന് പറഞ്ഞാൽ നിനക്ക് വേണ്ടി എന്നാണ്. യെസ്. ഓക്കെ എവരിവെയർ. അടുത്തത് വിദ്യ. മേരീസ് ലിറ്റിൽ ലാംബ് followed her everywhere. ഓ ഗോറടിച്ചല്ലോ, പോയി പോയി അല്ലേ? എവരിവെയർ. എവരിവെയർ. ഓ ഞാനത് ശ്രദ്ധിച്ചില്ല. അപ്പൊ ഞാൻ അറിയാണ്ട് പറ്റിപ്പോയതാണ്. യെസ്. ലിറ്റിൽ നോക്കിയേ, ലാമ്പിനെ വിശേഷിപ്പിക്കുന്നതാണ്. ലാമ്പ് എന്ന് പറഞ്ഞാൽ ആട്. എങ്ങനെയുള്ള ആട്? ചെറിയ ആട്. അപ്പൊ നൗണാണ്, നൗണിനെ വിശേഷിപ്പിക്കുകയാണ്. അപ്പൊ അത് അഡ്ജക്റ്റീവ് ആണ്. യെസ്, മാറിപ്പോവരുത്. നൗണിനെ വിശേഷിപ്പിക്കുമ്പോ അഡ്ജക്റ്റീവും വെർബിനെ വിശേഷിപ്പിക്കുമ്പോ ആഡ്വർബും. യെസ്. അപ്പോ പരീക്ഷയ്ക്ക് പറ്റുന്ന ചോദ്യം ഈ മോഡലായിരിക്കുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഇതിനുള്ളിനെ കുറിച്ച് മനസ്സിലാക്കാനായിട്ട് ഒരു സെന്റൻസ് കാണുമ്പോൾ അതിൻ്റെ അകത്ത് ഏതാണ് ആഡ്വർബ് എന്നുള്ളത് തിരിച്ചറിയുക. അത്രേ ഉള്ളൂ. യെസ്. നൗണിനെ വിശേഷിപ്പിക്കുന്നത് അഡ്ജക്റ്റീവ്. ഓക്കെ. വെർബിന് ആ വേർഡിന്റെ ലാസ്റ്റ് ഓർത്താൽ മതി. ആഡ്വർബിന്റെ ലാസ്റ്റ് വെർബിന്നില്ലേ, അപ്പൊ വെർബിനെ വിശേഷിപ്പിക്കുക. അങ്ങനെ ചിന്തിച്ചു ഒരു ക്ലൂ ആയിട്ട്. യെസ്. അപ്പൊ ഇന്നലെ ഞാൻ നിങ്ങളോട് ആഡ്വർബിന്റെ ഒരു ഇത് സെന്റൻസ് സ്റ്റാർട്ടിംഗ് സാർ പറഞ്ഞില്ല, ഞാൻ ലേറ്റ് ആയിട്ട് ജോയിൻ ചെയ്തത്. അപ്പൊ എന്താണ് ആഡ്വർബ് എന്ന് ഷോർട്ട് ആയിട്ടൊന്ന് പറയൂ സാർ. ആഡ്വർബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു സെന്റൻസിന്റെ അകത്തുള്ള വെർബ്, വെർബ് ക്രിയ, പ്രവൃത്തി, അതിനെ വിശേഷിപ്പിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന വാക്കിനെയാണ് നമ്മൾ ആഡ്വർബ് എന്ന് പറയുന്നത്. നോക്കി, അവൾ വേഗത്തിൽ ഓടി. അപ്പൊ അവൾ ചെയ്ത പ്രവൃത്തി എന്താണ്? ഓടി. ആ ഓടുന്നതിനെ വിശേഷിപ്പിക്കാൻ എങ്ങനെ ഓടിയത്? വേഗത്തിൽ. അപ്പൊ ആ വേഗത്തിൽ എന്ന് പറയുന്ന വേർഡാണ് ആഡ്വർബ്. നേരെ മറിച്ച് നിഷ്കളങ്കയായ അവൾ വേഗത്തിൽ ഓടി. അപ്പൊ നിഷ്കളങ്കയായ എന്ന് പറയുന്ന വേർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവളെയാണ്. അവൾ എന്ന് പറയുമ്പോൾ ഒരു പേരല്ലേ, ഒരു പേരിനെ വിശേഷിപ്പിക്കുമ്പോൾ അത് അഡ്ജക്റ്റീവാണ്. നേരെ മറിച്ച് ചെയ്ത പ്രവൃത്തിയാണ് വിശേഷിപ്പിക്കുന്നത് എങ്കിൽ അതെന്താണ്? അത് ആഡ്വർബാണ്. യെസ്, അതാണ് വെർബിന് ഒരു വിശേഷണം കൂടി കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആഡ്വർബ് എന്ന് പറയുന്നത്. അത്ര സിമ്പിൾ.
യെസ്. അപ്പൊ ഞാൻ ഇന്നലെ നിങ്ങളോട് 3-4 ചോദ്യങ്ങൾ ചോദിച്ചിട്ട് അതങ്ങോട്ട് പൂർത്തിയാക്കാൻ എനിക്ക് പറ്റിയില്ല. അപ്പൊ ഇപ്പൊ ഞാൻ ആ ചോദ്യത്തിന്റെ ബാലൻസ് ചോദിക്കുകയാണ്. HO എന്ന് പറയുന്ന വേർഡിലാണ് നിങ്ങളുടെ ആൻസർ ആരംഭിക്കേണ്ടതെന്ന് ഞാൻ പറഞ്ഞു. HO കേട്ടോ. അപ്പൊ ലാസ്റ്റ് ഞാൻ ചോദിച്ചത് എ പീരീഡ് ഓഫ് 60 minutes ഈസ് കോൾഡ് ഡാഷ്. അപ്പൊ നിങ്ങൾ കറക്റ്റ് ആയിട്ട് പറഞ്ഞു അവർ എന്ന് പറഞ്ഞു. യെസ്. അടുത്തത് ഞാൻ ഇംഗ്ലീഷിൽ ഒരു മീനിങ് പറയാം, നിങ്ങൾ അതിന്റെ വൺ വേർഡ് പറയണം. HO യിൽ തുടങ്ങുന്ന വൺ വേർഡ് പറയണം. ടൈപ്പ് ചെയ്താൽ മതി, അല്ലെങ്കിൽ മാർക്ക് രേഖപ്പെടുത്താൻ പറ്റൂല. യെസ്. ഇനി മാർക്ക് വേണ്ട എന്നാണെങ്കിൽ നമുക്ക് പറഞ്ഞാൽ മതി. എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ തീരുമാനിക്കും, മാർക്ക് വേണോ അല്ലെങ്കിൽ പറഞ്ഞാൽ മതിയോ? തീരുമാനം പറ. സാർ ടൈപ്പ് ചെയ്യാ, അല്ലെങ്കിൽ എല്ലാരും ഡിസ്റ്റർബ് ആയി പോകും. ഓക്കെ, അപ്പൊ ടൈപ്പ് ചെയ്യാം. ഓക്കെ ഓക്കെ ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. യെസ്. അപ്പൊ ഞാൻ ഇംഗ്ലീഷിൽ മീനിങ് പറയാം. അപ്പൊ അനു, ആരൊക്കെയാണ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് വേണ്ടി നോക്കിക്കോളേ. ഞാൻ നോക്കാം, എന്നാലും ഒരു അഡീഷണൽ ചെക്ക്. യെസ്. ഓക്കെ. യെസ്. മീനിങ് ഇതാണ്: another word for being truthful. Another word for being truthful. Narmida, Sabida, Asu. Narmida, Sabida and Arsu. Yes. അതെ, എന്റെ പേനയിലും മഷി തീർന്നു പോയി. അപ്പൊ ഒരു കാര്യം ചെയ്തു കേട്ടോ, ഞാൻ ഇന്നലെ പറയാം. അനു മാർക്ക് ചെയ്ത് വെച്ചോട്ടോ. നർമിത, സബിത, ആർസു 1 point. പോയിട്ട് നേരം പോകും. യെസ്. അനുവിനെ ഏൽപ്പിക്കുന്നു മാർക്ക് രേഖപ്പെടുത്തുക. നർമിത, സബിത, ആർസു 1 point. അടുത്ത ചോദ്യം ഇതാണ്: എ ട്യൂബ്, TUB, ട്യൂബ് യൂസ്ഡ് ടു വാട്ടർ സംതിങ്. ആർസു, വിദ്യ, ഹരിത. ആർസു, വിദ്യ, ഹരിത. പോയിന്റ് രേഖപ്പെടുത്തിക്കൊള്ളു. ആർസു, വിദ്യ, ഹരിത. ആൻസർ കറക്റ്റ് ആണ്. ഹോസ് ആണ്. HOSE, ഹോസ്. അടുത്ത ചോദ്യം ഇതാണ്: എ ടൂൾ, TOOL, ടൂൾ used to catch fish. A tool. നർമിത, പ്രവീണ. നർമിതയ്ക്ക് പ്രവീണിന്റെ ഇടയിൽ ഒരാൾ കൂടി ഉണ്ടായിരുന്നല്ലോ, അതാരായിരുന്നു? നർമിത പ്രവീണയുടെ ഇടയിൽ ഉണ്ടായിരുന്ന ഒരാൾ കൂടി ഉണ്ടായിരുന്നു. നർമിതയും പ്രവീണ ആദ്യം മാർക്ക് രേഖപ്പെടുത്താനു. അതിന്റെ ഇടയിൽ ജയ്മോള്. ഓക്കെ, ജയ്മോൾ. ഓക്കെ, ജയ്മോൾ. യെസ്. അടുത്തൊരു ചോദ്യം നിങ്ങൾ പറയുമെന്ന് നോക്കട്ടെ ഡോക്ടർ. യെസ്. ചോദ്യം ഇത്തിരി ലെങ്ത് ആണ്, അപ്പോ ഉത്തരം നിങ്ങൾ പറയാം. ചോദ്യം ഇതാണ്: എ വെഹിക്കിൾ that travels over the surface of land and water. A vehicle that travels over the surface of land and water. ഇനിയുണ്ട് ചോദ്യം, പക്ഷെ അതിന്റെ കൂടെ അത് അത്രയും വലിയ കൺഫ്യൂഷൻ ആക്കുന്നില്ല. ഇത്രയും വരെ ആലോചിച്ച് പറഞ്ഞാലും മതി. A vehicle that travels over the surface of land and water. Yes. ഇത് ചോദ്യം പിടികിട്ടിയല്ല. A vehicle that travels over the surface of land and water. ഞാൻ നിങ്ങളുടെ GK കൂടി നോക്കിയതാണ്. യെസ്, അങ്ങനെ ഒരു വെഹിക്കിൾ ഉണ്ട്, അതിനൊരു പേരുണ്ട്. അപ്പൊ നിങ്ങൾ കാര്യം ചെയ്താൽ മതി, യൂട്യൂബ് എടുത്തിട്ടൊന്ന് അടിച്ചൊക്കെ നോക്കിയാൽ മതി. യെസ്. അപ്പൊ അതിന് പറയുന്ന പേരാണ്
ഹോവർക്രാഫ്റ്റ്, HOVERCRAFT, കരയിലൂടെയും വെള്ളത്തിലൂടെയും പോകുന്ന ഒരു വാഹനമാണത്. ഹോവർക്രാഫ്റ്റ്. യെസ്. അടുത്ത ക്വസ്റ്റ്യൻ. Another word for burrow, BURROW. പ്രവീണ, അനു, നർമ്മിത. സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായതാണെന്ന് വിചാരിക്കാം. പ്രവീണ, അനു, നർമ്മിത. യെസ്, ഹോളാണ്. HOLE, ദ്വാരം എന്നുള്ളത്. ഹോൾ, HOLE. സ്പെല്ലിങ്ങിലൊക്കെ വ്യത്യാസം വന്നാൽ വിചാരിക്കാം. കുഴപ്പമില്ല, പോട്ടെ. യെസ്, ഒരു ചോദ്യം കൂടി. സിമ്പിൾ ക്വസ്റ്റ്യൻ. A team game in which the players use Narmida, Sabida, Harida. Anu, Narmida, Sarida. Again, Narmida, Sabida, Harida. Yes. But Anu, ഓരോരുത്തർക്കും കിട്ടിയ പോയിന്റുകൾ വായിക്കും. സാർ എഴുതിയത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ എല്ലാരും ക്ഷമിക്കണം. ഫസ്റ്റ് Yes, വന്നിരിക്കുന്നത് നമ്രിത സി 5 പോയിന്റ്. 5 പോയിന്റ്. യെസ്. പിന്നെ സെക്കൻഡ് 2 പോയിന്റുമായിട്ട് ആർസും ഉണ്ട്, പ്രവീണയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. പിന്നെ സബിത, വിദ്യ, ജയ്മോൾ, അനു, ഹരിത ഇവർക്ക് ഓരോ പോയിന്റ്. ഈ സബിതയും സരിതയും രണ്ടുപേരും 2 ആണോ അതോ ഒരാളാണോ? എനിക്ക് 2 ഉണ്ട്. അപ്പൊ 2 ഉണ്ട്. കറക്റ്റ് ആണ്. ഞാൻ 2 ആയിട്ട് എഴുതിയിരിക്കുന്നത്. സബിതയ്ക്ക് 2 പോയിന്റ് ഉണ്ട്. അപ്പൊ 3-ാം സ്ഥാനത്ത് ആർസും ഉണ്ട്, പ്രവീണയുണ്ട്, സബിതയുണ്ട്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്. അപ്പോ കഴിഞ്ഞോ? ഇനിയുണ്ടോ പോയിന്റ്? ഇത്രേ ഉള്ളൂ സാർ, ഇത്രേ ഉള്ളൂ. അപ്പോ എല്ലാവർക്കും ഒരുപോലെ അഭിനന്ദനങ്ങൾ പറഞ്ഞുകൊണ്ട് we will meet in the next session. Okay, bye. Thank you, sir. Okay. Thank you, sir. Okay. Thank you, sir. Thank you, sir. Okay.